സോ ഹൈ ഗായ്സ്, അപ്പം നമ്മളെ പുതിയൊരു ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ആക്ച്വലി ചെയ്യാനായിട്ട് പോകുന്നത് ഫാർ ക്രൈ 6ൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പം ഞാൻ മലയാളത്തിൽ ആരും കൂടുതൽ ഒരു ഫാർ ക്രൈനെ പറ്റി വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എനിവേ നമ്മൾ ഇനി അങ്ങോട്ട് ഫാർ ക്രൈ സ്റ്റോറി ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ കൂടി വീഡിയോസുള്ള ഈ ഒരു യൂട്യൂബിൽ നമ്മളുടെ വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടി ആ ഒരു ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് മാക്സിമം ഓൾ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങളെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ സ്റ്റോറി മോഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിവേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഓൺ വോയിസും കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം നേരെ നമ്മൾ ഗെയിം പ്ലേയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി ഓരോന്നും പറയുന്നില്ല, നേരെ ഗെയിം പ്ലേയിലോട്ട്. For too long, our country was conquered by politicians. But you elected a vision, a cure, a road to paradise. Viviro, created by our own brilliant scientists. The most effective treatment for cancer the world has ever seen. Grown within our precious tobacco. Modified with the purest fertilizer. Viviro is the key to rebuild paradise. But our paradise comes at a cost. This our enemies will never understand. Yara did not elect me to do what's easy, but to do what's right. And so, with renewed focus, ഇവനാണ് വില്ലന് എന്നാണ് തോന്നുന്നത്. ഓക്കെ, ചെക്കൻ കൊള്ളാം. from across our island, chosen to produce enough Viviro to heal the world. എന്തോ കഞ്ചാ പോലുള്ള എന്തോ സംഭവത്തിന്റെ ഒരു കൃഷിയാണ് ആക്ച്വലി ഇത് ആണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ, Random lottery. Hey Danny, And like a true Yara, he turn was that served shit off. with a smile on his face. Precisamente. Exactly what Castillo wants. Enough politics, Lita. You think the draft is only taking through Yaras? It's the outcasts, True the poor, Yaras. orphans like us. ഒരു ഓർഫൻസ് ആണ് എന്നാണ് പറയുന്നത്. He's bringing slavery അപ്പോ back from the dead. In ഇവിടെ എന്താ Yara, പറയാ, you അടിമത്തം can't run from അങ്ങനെയുള്ള this. എന്തോ സംഭവമൊക്കെ ആണ്. ഓക്കെ, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. Run off to the jungle with a bunch of guerrillas. അപ്പോ ഇവിടുന്ന് മേ ബി ആർമീൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം Come on, this is റീക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിന്റെ സ്റ്റോറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആക്ച്വലി ഇതിന്റെ fucking say ഫുൾ something. ഗെയിം പ്ലേയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന്. ഓക്കെ, ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാനാണ്. അപ്പം നമുക്ക് മെയിൽ ക്യാരക്ടറിനെ എടുക്കാം. ഓക്കെ, ഡാനി റോജാബ്, ഇതാണ് നമ്മൾ. You ഓക്കെ, got my name wrong. Danny, you could സോ help ജസ്റ്റ് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാണ്. trained. Would have been career military if you weren't such a fuck up. Just come with us, Lita. I never fucking listen, Danny. Hey, time to go. What's waiting? Drinks in Mexico. Dinner in Miami. Coño. Okay. Fucking blackouts. Too big for a blackout. You fucking package? Oh yeah. What's going on? ഓക്കെ, അപ്പോൾ അവരുടെ ആർമിയും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ആൾക്കാർ വെറുതെ അടിച്ചിടുന്നുണ്ട്. ഒരുത്തനതാ വെറുതെ ഷൂട്ട് ചെയ്തു. സോ Go. All of us. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവരുടെ ഫ്രണ്ട് നെയ്ഡ് പോലുള്ള എന്തൊരു സംഭവം എറിഞ്ഞു. ഈ ശ്യാമർ ശരിയാക്കി അവിടെ എന്നാ പോരെ, We have to go. കഴ കാണിച്ചിട്ടല്ലേ. ഇനിയേ അപ്പം എന്തായാലും നമ്മൾ ഗെയിം പ്ലേയിലോട്ട് കടക്കാനായിട്ട് പോകാനാണ് ആയി തോന്നുന്നു. ഞാനും ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഇത് മുമ്പ് ഫാർ ക്രൈ 4 കളിച്ചിട്ടുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ ഇതിനെ പറ്റിയിട്ട്. ഞാൻ ഇതിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ അത്യാവശ്യം നൈസായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ ഫാർ ക്രൈ 6 ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് നമുക്കൊരു ബോട്ടുണ്ട് താഴെ, ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. പെണ്ണുമ്പിള്ള നമ്മളുടെ വേഗം വരാത്ത തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് പോകണം. ഓക്കെ, അവിടെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ കണ്ടാച്ചാവും, അത്രേ ഉള്ളൂ. ഇവിടെ ഗായ്സ് പെണ്ണുമ്പിള്ള വരുന്നില്ല. വന്നു. ഓക്കെ, കൺട്രോളൊന്നും കിട്ടുന്നില്ല ഗൈസ് പഴയ പോലെ. പോയോ ചങ്ങായിനെ കൊണ്ട് ബുദ്ധിമുട്ടാണല്ലേ ഗൈസ്. നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ്. ഓ കണ്ടില്ല, ഇതെന്താ ഇവിടുന്ന് എങ്ങനെ പോവാ?
I'm not resisting. ഓക്കെ, അപ്പോൾ സ്റ്റോറി മോഡ് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സംഭവമൊന്നുമില്ല ഐസ്, റെവല്യൂഷനാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഭരിക്കുന്നത്, അതിനെതിരെ നമ്മൾ പോരാടുന്നത്, അങ്ങനെയൊക്കെയാണ് എനിക്ക് കണ്ടു തോന്നുന്നത്. ബാക്കി എന്താവും നമുക്ക് മുന്നോട്ട് ഗെയിം കളിച്ച് തന്നെ അറിയാം. ഓക്കെ, സോ അല്ലേ എൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു, ഇവളടെ ഓള് പോയി ഐസ്, ഓളെ കാണുന്നില്ല. വിളയുടെ ഓക്കെ, ഇവിടെ വന്നു ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ഓടാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. വിളയുടെ ഇവിടെ എത്തുന്നേ ഉള്ളൂ, നമുക്ക് പോണ്ട അങ്ങോട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടണൽ കാണുന്നുണ്ട്. എനിവേ എന്താണ്? ഓ, അത്യാവശ്യം നൈസ് ഗ്രാഫിക്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ എങ്ങോട്ടാ? ഇത് വേറെ ടണൽ അതെ. സൗണ്ട് എഫക്ട്സ് കുറച്ച് ഇഷ്യാണ് ഇനി. കൺട്രോളാണ് സെറ്റായിട്ടില്ല. പോവാ, നാട് വിട്ട് പോവാ. പോവാണ്. നല്ല ഡാർക്ക് തീമാണ്. ഇവിടെയൊക്കെ കണ്ടോ ആൾക്കാർ മരിച്ചെടുക്കുന്നുണ്ട്. ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. പുറത്ത് ഫുള്ള് ഫൈറ്റാന്ന് തോന്നുന്നു. നമ്മളെ കൂടെ ഒരുത്തി ഉണ്ടായിരുന്നു. അപ്പൊ അവള് നമ്മളെ ടീമാണ് ആക്ച്വലി. ഇനി എങ്ങോട്ടാ? അവിടെ ഒരു കോണിയുണ്ട്, ഇത് കയറാൻ പറ്റാതെ. അവിടെ നിന്ന് അങ്ങോട്ടല്ലേ? ഇങ്ങനത്തെ ഗെയിം കളിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് പേടിക്കും. ഓക്കെ, ഇതനി ഇങ്ങോട്ടാ വയ്യാണെന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ ആൾക്കാരുണ്ട്. നല്ല എല്ലാം നോക്കി കളിക്കണം, എല്ലാ പാളും. ഓക്കെ, പാളി 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 പാളി. അത് എന്താ ഇങ്ങോട്ടിറങ്ങിയ? ഇതിനി എങ്ങോട്ടാണ്? ഇവിടെ എങ്ങനെ പുറത്തേക്ക് പോവാ? ഓക്കെ, ഓളിപ്പോൾ നമ്മളെ കൂടെ ഇല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഗണ്ണില്ല, അവളുടെ കയ്യിലാണെങ്കിൽ ഒരു പിസ്റ്റൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെപ്പണൊന്നും ഇല്ലാതെ എത്ര സമയം സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് കാണാം ഹെലിക്യാം കാര്യങ്ങളൊക്കെ പോകുന്നുമുണ്ട്. കൺട്രോളാണ് എനിക്ക് സെറ്റായിട്ടുമില്ല. ഓക്കെ, അടിയിൽ നിങ്ങൾക്ക് കാണാം ഉള്ള ആൾക്കാരാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാൽ ഉള്ള കാര്യം കഴിഞ്ഞേ. ഇവിടെ പറയുന്നത് ഇവിടുത്തെ പോലീസൊന്നും നമ്മളുടെ ഭാഗത്തല്ലല്ലോ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു മുകളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പാളിയതാ. എന്ത് ചെയ്യും? കുറെ വെപ്പണൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഓളടെ. ഓക്കെ, സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. We have to get on that boat. Abuela, what the hell I'm gonna do with baseball cards? Do you have any idea what these are worth? Let us through.
ഓക്കെ, അപ്പം എന്തോ ഒരു കാർഡ് ഉണ്ടേല് നമുക്ക് ഈ ഷിപ്പിൽ കയറിയിട്ട് പോവാന്നാണ് പറയുന്നത്. Where's Alejo? Give അപ്പൊ അലേഹ എവിടെ ചോദിക്കുന്നുണ്ട്. അലേഹ ആയിരുന്നു നേരത്തെ വെറുതെ കയ്പ് കാണിച്ച് വെടിയുണ്ട് ചത്തെ. പോട്ടെ. ഓക്കെ Alejo's not going anywhere anymore. Come on, Marco. ഓക്കെ, അപ്പം ഇത് Vamos. Goodbye. കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, കുറേ ആൾക്കാർ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ഇനി നമ്മളൊരു ഷിപ്പിൽ കയറി രക്ഷപ്പെടുകയാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന്. എങ്ങോട്ടാ പോവാണ് ഗൈസ്? ഓക്കെ, Gracias. Don't worry about it, Marco. Here. That's all I've got. ഓക്കെ. അപ്പോൾ ഈ ചെക്കൻ്റെ കയ്യിലും ഉണ്ട് ഈ ഒരു ടിക്കറ്റ് പോലുള്ള സംഭവം. Right, Danny. We should be fighting, not running to the Yankees. ഇവിടെ വരുന്ന നമ്മൾ ഫൈറ്റ് ചെയ്യണം, ഇവിടുന്ന് റൺ ചെയ്യരുത് എന്നൊക്കെയാണ്. ഇവിടെ നിന്നാൽ ചാകും, അത് ഉറപ്പാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആർമീനെ ഉണ്ടാക്കിയിട്ട് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷിപ്പിന് എന്തോ പറ്റി തോന്നുന്നു. ഓക്കെ, നമ്മൾ ആക്ച്വലി ഷിപ്പിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണെന്ന് തോന്നുന്നു. മുകളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇത് നോർമൽ ഒരു ഷിപ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അടിയിൽ ആൾക്കാരുണ്ടല്ലോ. എനിക്കൊന്ന് സെർച്ചിങ് ആണ് മറ്റേ ആൾക്കാരുടെ പുളി എന്താ പറയുക, ഈ കൺട്രി ഭരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ സെർച്ചിങ് ആണ് തോന്നുന്നു. ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓ ഗൈസ്, ഇത് നമ്മളെ മെയിൻ വില്ലൻ. Before he was El Presidente. Mi Oh, papá അറിയുന്നുണ്ട് loved guys. to fish. We would go out on a boat, just like this, and we would catch the fish and then release them. He would say, "It's not always about your stomach, Neo. It's about the challenge." Except when he caught a big, fat, juicy marlin, he was too proud to let that fish go. സംഭവം ഇപ്പൊ ഇവര് രണ്ടാളല്ലേ ഉള്ളൂ. You have poisoned Yara, you have poisoned. പക്ഷെ മറ്റേ കുറെ ആൾക്കാരുണ്ട്. ഓ, ഇവിടെ രണ്ടാളേ ഉള്ളൂ. ഇവരെല്ലാരും കൂടെ I've caught a അടിച്ചിട്ടാ very പോരെ big പ്രശ്നം fish കഴിഞ്ഞ്. today. ബുദ്ധിയില്ല അതാ Haven't I? Diego. പൊട്ടന്മാര്. Diego! ഓ ഓ ഓ, അപ്പൊ ഇത് മെയിൻ വില്ലന്റെ മോനാന്ന് തോന്നുന്നത്. മോനോ മോളോ? I have caught you, mijo. Now it's time. പുതിയ ജനറേഷൻ ശരിയില്ല. ആരാന്ന് മനസ്സിലാകുന്നില്ല. മോനാന്ന് We തോന്നുന്നു. have no choice. എനിവേ, Let them go. They can work. വിഷയായി Make വിഷയായി. video. Truth or lies? Truth. They could be good workers. They could help rebuild paradise. But if you wanted them to live, you would have never അതൊക്കെ set അത്രേ ഉള്ളൂ. foot on this fucking boat. ഞാൻ പറയുന്നത് ഈ ചെങ്ങായൻ എല്ലാരും കൂടെ ഇപ്പൊ അടിച്ചിട്ട് അതിന് Diego പ്രശ്നമുള്ളൂ. has വെറുതെ such compassion. എന്തേലും നമ്മളൊക്കെ വേണ്ടിയിരുന്നു അവിടെ. These fish, we will catch and release. What the hell just happened? I think we're fucked. എന്തോ സംഭവിക്കുന്നുണ്ട് guys. ഓ, അപ്പൊ എനിമീസ് ഷൂട്ട് ചെയ്യാണ്. ഓക്കെ, എന്തോ സംഭവിച്ച്. വലിയ ഐഡിയ ഒന്നുമില്ല ഗൈസ്. സംഭവം ലോഡാകുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഷിപ്പ് ബ്ലാസ്റ്റ് ആയിട്ട് ഏതോ ഐലൻഡിൽ വന്നതാണെന്ന്. അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ഏതോ ഒരു ഐലൻഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഐലൻഡ് തന്നെ അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ലിത എന്നായിരുന്നു തോന്നുന്നു പേര്. ലിത. I can't feel my legs. നമ്മളുടെ പേര് ഡാനി നാട്ടോ, പറയാൻ വിട്ടുപോയി. It's all my fault. My phone. Forget it, Lita. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഫുള്ള് സ്റ്റോറിയാണ്. Bitch, Danny. It's fucking fake. തന്നെ. What? She's hiding here. Clara. ഓക്കെ, Libertad. ഇവിടെ ഏതോ ക്ലാര എന്ന് പറയുന്ന ആരോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഫോണിലെന്തോ
ഫോണിൽ എന്തോ മാപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, Follow the code like when സോ ഫാർ ക്രൈ 4 കളിച്ചവരോ കണ്ടവർക്ക് അറിയാം അതിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് അപ്ഡേറ്റഡ് ആയില്ല, ന്യൂ ജനറേഷൻ മാറിയോണ്ട് തന്നെ അത്യാവശ്യം ടെക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും തോന്നുന്നു. സോ ഇപ്പം തന്നെ ഏകദേശം റെക്കോർഡിങ് 10-16 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പറ്റുവാണെങ്കിൽ മാക്സിമം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം, അല്ല നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പം നമ്മൾ ലക്കി ആയിട്ടുള്ള ആളാണ് എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ബോട്ടിൽ ആ ഒരു ഷിപ്പിൽ നിന്ന് നമ്മൾ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ലിത മരിച്ചു. ഇനി അങ്ങോട്ട് ഗെയിം പ്ലേ ആയിരിക്കും. സ്റ്റോറി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ പ്രതികാരം, റിവെഞ്ച് ചെയ്സ് എല്ലാത്തിനും അടിച്ച് ഉറക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു കത്തി ഇട്ടിട്ടുണ്ട്. സോ ഫാർ ക്രൈ 6 ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് എന്തായാലും ഉണ്ടാവും. സോ അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇതാണ് ബീച്ച്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കിവിടെ ആൾക്കാരെ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഓക്കെ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഗണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആമോ ഇല്ല. അപ്പോൾ എന്തായാലും ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ സ്റ്റെപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കെ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നേരം ബൈ ഗായ്സ്.